പ്രേക്ഷകരെ അപകടകരമായ രീതിയിൽ വെടിമരുന്നുകൾ സൂക്ഷിച്ചത് ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട ഏനാദിമംഗലം മറിയം ഗ്രാനൈറ്റ്സിൽ തൊഴിലാളികളുടെ പ്രതിഷേധം. തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ഷെഡിലെ അടുക്കളയിൽ ജലാസ്റ്റിൻ സ്റ്റിക്ക് അടക്കമുള്ളവ സൂക്ഷിച്ചുവെന്നാണ് പരാതി. സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ട്. പോലീസ് സ്ഥലത്തെത്തി. വിവരങ്ങളുമായി ഷിജോ കുര്യൻ. ഷിജോ, തൊഴിലാളികൾ ഉറങ്ങുന്നിടത്ത് ഈ സ്ഫോടക വസ്തു സൂക്ഷിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് അവരുടെ എന്താണ് ജനുവിനായ ആശങ്കയാണ്. കാശ്മീർ അപകടകരമായ രീതിയിൽ വെടിമരുന്നുകൾ സൂക്ഷിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പത്തനംതിട്ട ഏനാദിമംഗലം മറിയം ഗ്രാനൈറ്റ്സിൽ യൂണിയൻകാരും അതുപോലെ തന്നെ തൊഴിലാളികളും ഇപ്പോൾ എത്തി ഒരു പ്രതിഷേധം നടത്തുന്നത്. ഈ ക്വാറിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അല്ലെങ്കിൽ അവിടുന്ന് ലോഡ് കയറ്റിക്കൊണ്ടുപോകുന്ന ലോഡുകൾക്കടക്കം വലിയ തരത്തിൽ വില കൂടിയതിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. വില കൂടിയത് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണെന്നൊക്കെ തൊഴിലാളികളും യൂണിയൻകാരും ഒക്കെ ആരോപിച്ചിരുന്നു. അതേ തുടർന്നുകൊണ്ട് ഇന്നൊരു പ്രതിഷേധത്തിന് വേണ്ടി അവിടെ വന്നപ്പോഴാണ് തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ഷെഡിലെ അടുക്കളയിൽ അനധികൃതമായിട്ട് യാതൊരു മാനദണ്ഡവും സുരക്ഷാ മുൻകരുതലും പാലിക്കാതെ അനധികൃതമായ രീതിയിൽ വെടിമരുന്നുകൾ സൂക്ഷിച്ചത് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിന്റെ പേരിലായിരുന്നു അവിടെ ഒരു പ്രതിഷേധം. നിലവിൽ എന്തായാലും പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. പോലീസും സ്ഥലത്തുണ്ട്, നാട്ടുകാരും സ്ഥലത്തുണ്ട്. ജലാസ്റ്റിൻ സ്റ്റിക്ക് അടക്കമുള്ള ഈ പറയുന്ന വെടിമരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന ഈ സ്ഫോടക ശേഷി കൂടുതലായിട്ടുള്ള വസ്തുക്കൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ആക്ഷേപമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മറ്റൊരു സംഘർഷാവസ്ഥയിലേക്കോ പ്രതിഷേധത്തിലേക്കോ പോകാതെ ഒരു തൊഴിലാളികളെയും ഒക്കെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. നിലവിൽ എന്തായാലും പ്രതിഷേധം അവിടെ തുടരുകയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.